1000-ലധികം കുടുംബക്കാർ താമസിച്ചിരുന്ന ഭൂപ്രദേശത്തിൻ്റെ ദേശവാഴിത്തമുണ്ടായിരുന്ന പുരാതന നായർ പ്രഭു കുടുംബമായ ആര്യവീട് എന്നറിയപ്പെടുന്ന 1000 വീട് തറവാട്ടിലെ തൈപ്പൂയക്കാവടി മകരമാസത്തിലെ പൂയം നാളിൽ. എല്ലാ വർഷവും ഈ നാളിൽ തറവാട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കാവടിയെടുത്ത് വൈറ്റില ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അയ്യപ്പസ്വാമിയെപ്പോലെ കലിയുഗവരദനായ സുബ്രഹ്മണ്യസ്വാമിയെയും നമ്മുടെ പൂർവികർ മറ്റ് ദേവതകളോടൊപ്പം ആരാധിച്ചിരുന്നു. പാനകപൂജയും തൈപ്പൂയ കാവടിയാട്ടവുമാണ് സുബ്രഹ്മണ്യ ആരാധനയ്ക്കായുള്ള കുടുംബത്തിലെ 2 പ്രധാന ആഘോഷങ്ങൾ. കുടുംബാംഗങ്ങൾ മാലയിട്ട് 10 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു. പരമമായ അറിവിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് വേൽ. ശിവശക്തി സ്വരൂപമായ സുബ്രഹ്മണ്യസ്വാമിയെയാണ് വേൽ പ്രതിനിധീകരിക്കുന്നത്. മനസ്സിലുള്ള അവിദ്യാസ്വരൂപമായ അഹങ്കാരം, അഹന്ത തുടങ്ങിയ പ്രവണതകൾ അമർച്ച ചെയ്യുവാനുള്ള ശക്തിയായ സുബ്രഹ്മണ്യ പ്രീതിയാണ് വേൽ അഭിഷേകത്തിലൂടെ സാധ്യമാകുന്നത്. മലയാള മാസമായ മകരത്തിലെ പൂയം നക്ഷത്രത്തിലാണ് തൈപ്പൂയം. ഹിഡുംബൻ എന്ന അസുരൻ പഴനിയിലെ 2 കുന്നുകളെ തോളിലേറ്റി കൊണ്ടുവന്ന സ്മരണയ്ക്കായി ഭക്തർ കാവടി ചുമലിലേറ്റി അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇത് മനസ്സിൻ്റെ ഇച്ഛാശക്തിയെ ഉണർത്തി ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി നൽകുന്നു എന്നാണ് വിശ്വാസം.
നടക്കുന്ന ഈ തൈപ്പൂയ കാവടിക്ക് ഒരു ഐതിഹ്യമുണ്ട്. തറവാട്ടിലെ ഒരു കാരണവരാണ് സുബ്രഹ്മണ്യ ഉപാസനയുടെ ഗുരു. അദ്ദേഹത്തിന് പഴനിയിൽ വെച്ച് സുബ്രഹ്മണ്യസ്വാമി സ്വയം പ്രത്യക്ഷപ്പെട്ട് ഒരു വാഴപ്പഴം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. തറവാട്ടിലെ അറയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്നും ഒരിക്കൽ കർപ്പൂരാരാധന നടത്തുമ്പോൾ ഒരു സ്വർണ്ണവേൽ മടിയിൽ വീണുവെന്നും അത് പിന്നീട് വൈറ്റില സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്നും പറയുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ആൺസന്താനങ്ങൾ കുറവായതിനാൽ ആൺസന്താനലബ്ധിക്കും അവരുടെ ദീർഘായുസ്സിനും വേണ്ടിയാണ് പൂർവികർ സുബ്രഹ്മണ്യ ഉപാസന ആരംഭിച്ചത്. 1917 കുഞ്ഞുണ്ണി ഇളയിടത്തിൻ്റെ കാലശേഷം ഉപാസന അടുത്ത കാരണവർ ഏറ്റെടുത്തു. ഇപ്പോഴുള്ള കുടുംബാംഗങ്ങളും അത് പിന്തുടർന്ന് വളരെ ഭംഗിയോടുകൂടി ഈ തൈപ്പൂയക്കാവടി നടത്തുന്നു. തലമുറകളായി കൈമാറി വരുന്ന കുലാചാര വിധിപ്രകാരവും ഗുരു ഉപദേശവും അനുസരിച്ചാണ് പാനകപൂജയും കാവടി നിറയും നടത്തുന്നത്. പണ്ട് പാനകപൂജയും കാവടി നിറയും ആര്യവീട് തറവാട്ടിൽ തന്നെയായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട്. പൂജയുടെ ഭാഗമായി സുബ്രഹ്മണ്യനോടൊപ്പം ഇടതുവശത്ത് ഗണപതി, വലതുവശത്ത് ഗുരു, ഹിഡുംബൻ എന്നിവർക്ക് പ്രത്യേകം പീഠമൊരുക്കുന്നു. നിലവിളക്കിന് മുന്നിൽ വാഴയിലയിൽ നെല്ല്, അരി എന്നിവയുടെ മുകളിൽ ഒരു നാളികേരം സ്ഥാപിച്ചാണ് പീഠം ഒരുക്കുന്നത്. പീഠത്തിൻ്റെ പുറകിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം വച്ച് പുഷ്പമാലകളാൽ അലങ്കരിക്കുന്നു. സുബ്രഹ്മണ്യ പീഠത്തിൽ 5 നിലവിളക്കും മറ്റ് പീഠങ്ങളുടെ മുന്നിൽ 1 നിലവിളക്കും വീതവുമാണ് കത്തിച്ചു വയ്ക്കുന്നത്. തിരികൾ കത്തിക്കുന്നതിന് ചില ആചാരങ്ങൾ പാലിക്കാറുണ്ട്. സുബ്രഹ്മണ്യ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന തറവാട്ടിലെ അറയിൽ നിന്നും കൊടിവിളക്കിലേക്ക് പകരുന്ന ദീപനാളങ്ങളിൽ നിന്ന് പീഠങ്ങളിൽ ഗണപതി, മുരുകൻ, ഗുരു, ഹിഡുംബൻ എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കുന്നു. അഭിഷേകത്തിനായുള്ള പാൽ, പഞ്ചാമൃതം, പനിനീർ, ഭസ്മം എന്നിവ ചെറിയ കുംഭങ്ങളിൽ നിറച്ച് കാവടി മുദ്രകൾ കമാനത്തിൽ കെട്ടുന്നു. കാവടി പൂജയ്ക്കൊപ്പം സുബ്രഹ്മണ്യ സ്തുതികൾ ഉടുക്കും കൊട്ടി പാടുന്നു. പൂർവികരുടെ കാലം മുതൽ ഒരു തമിഴ് ചിന്തുപാട് സംഘമാണ് തലമുറകളായി ഈ പാരമ്പര്യം പിന്തുടരുന്നത്. താളാത്മകമായ ചിന്തുപാട്ടുമായി ഇവർ ഘോഷയാത്രയിലുടനീളം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് കാവടിയെടുക്കുന്നവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്നു. ഈ ഉടുക്കും കൊട്ടും പാട്ടും മറ്റുള്ള കാവടി സംഘങ്ങളിൽ നിന്നും ആര്യവീട് കാവടിയെ വേർതിരിച്ചു നിർത്തുന്നു. ചില കുടുംബാംഗങ്ങൾ ഭക്തിയുടെ ഭാഗമായി അവരുടെ നാവിൽ വേൽ തറയ്ക്കാറുണ്ട് ആദ്യകാലങ്ങളിൽ.
പാടിയാണ്ടവൻ